ഒരു പോറിൽ വീഴുന്നുകൂടി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നിന്റെ വയറ്റിൽ കത്തി വെക്കും. അതിന് നമുക്ക് ഈ പ്രസവം നമ്മുടെ വീട്ടിൽ വെച്ച് നടത്താം. വിവരമില്ലേ നിങ്ങൾക്ക്? പ്രസവം ഒന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ, പിന്നല്ലേ വീട്ടിൽ വെച്ച്. ശാലിനി, പ്രസവം ഒരു പ്രക്രിയയാണ്, അത് നടന്നോളൂ. തേങ്ങാ കൊലയാണ് പ്രക്രിയ എന്നൊക്കെ ആണുങ്ങൾക്ക് വെറുതെ അങ്ങ് പറഞ്ഞാ മതിയല്ലോ. സോമചേട്ടന്റെ പിടിവാശി ഇവിടെ കാണിക്കല്ലേ. ഞാൻ എന്റെ കൈ വെച്ച് എന്തോരം പ്രസവം എടുത്തിരിക്കുന്നു. പശുവിന്റെ പ്രസവം എടുക്കുന്ന പോലെയാണോ ഇത്? ശാലിനി, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് മാത്രമേ നമ്മൾ പ്രസവം നടത്തുകയുള്ളൂ. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇനിയിപ്പൊ ഞാൻ സമ്മതിച്ചാൽ തന്നെ എന്റെ വീട്ടുകാർ സമ്മതിക്കോ? വെറുതെ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കാനായിട്ട്. എനിക്ക് നിന്റെ സമ്മതം മാത്രം മതി, വേറെ ഒരാളുടെ സമ്മതം വേണ്ട. സോമൻചേട്ടൻ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിന് ഞാൻ ഇതുവരെ എതിര് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ എന്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ച് കളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഹലോ ഹലോ, ചന്തു അല്ലേ? അതെ. സോമചേട്ടൻ ഓഫീസിൽ വന്നായിരുന്നോ? ഇല്ല ചേച്ചി, ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. എവിടെങ്കിലും പോകുന്ന കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. ചേട്ടൻ അങ്ങനെ പറയാതെ അങ്ങോട്ടും പോവാറില്ലല്ലോ. ഞാൻ എവിടെയെങ്കിലും അന്വേഷിക്കണോ? വേണ്ട, വന്നാലൊന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി. ആ ശരി, ഞാൻ പറഞ്ഞേക്കാം. അമ്മേ, നീ ഇത് ആരോട് പറയാതെ എവിടെ പോയതാ? ഇവിടെ ഒരു പെങ്കൊച്ചു മാസം തികഞ്ഞിരിക്കുവാണെന്നുള്ള വല്ല വിചാരം ഉണ്ടോ നിനക്ക്? ചെറുക്കനെ എന്നെ കൂട്ടാൻ വേണ്ടി വന്നതാണ് ചെല്ലാനത്ത്. നിങ്ങളാരാ? വൈറ്റാട്ടി. വയറ്റാട്ടിയോ? എന്തോന്നിന്? അത് ശരി, ഇവിടെയൊക്കെ വൈറ്റാട്ടികൾ കളക്ടറിന്റെ പണിയാണ് ചെയ്യണത്. ആരെ? എന്റെ ഭാര്യയുടെ അമ്മയാ. ആ അതാണ്. ശരിയായിക്കോളും. സോമ, നീ എന്തോന്ന് ഉദ്ദേശിച്ച? എന്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. എന്ത് സംഭവിക്കാൻ? പൂവമ്പഴം പോലെ പേറിയാൻ എടുത്തു തരും, ഒരു ഈച്ച കുഞ്ഞു പോലെ അറിയാതെ. അതിന് അവിഹിത ഗർഭമൊന്നുമല്ല. എന്ന് വെച്ച് പ്രസവം ടിക്കറ്റ് വെച്ച് ആളെ കൂട്ടി ചെയ്യാൻ പറ്റുമോ? സോമ, ഇവരിവിടെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഇപ്പം ഇറങ്ങി വീട്ടിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും പോയിക്കോളൂ. എടി, ഒന്നും എടുക്കാൻ നിൽക്കണ്ട, ഇപ്പൊ ഇറങ്ങിക്കോണം. ഒരു സൂചി കുത്തിയാൽ പോലും നെഞ്ചു പിടക്കണ അമ്മമാരാണ് ഈ പിച്ചാത്തോണ്ട് കീറാൻ പിടിച്ചോണ്ട് പോണത്. ഞാൻ പേരെടുത്ത ഒരു തള്ളയും പുള്ളയും ചത്തിട്ടില്ല. വാ മോളെ, ഇറങ്ങാം. വേണ്ട മോളെ. വാ ചേട്ടാ, നമുക്ക് പോവാം. ജാനകി, ശരി. അതെ, ചേട്ടത്തി വന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ചേട്ടത്തി വന്ന അമ്മയ്ക്ക് മാത്രമല്ലല്ലോ, നിന്റെ അമ്മയ്ക്കും നിന്റെ അച്ഛനും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. ചേട്ടത്തി അന്ന് നിന്റെ ചെവിയിൽ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്തത്? കൈയെടുക്ക്. പറയ്.
ആണോ? ഞാൻ 8 പേർ പറ്റതാണ്. അന്നൊക്കെ നിറവരമായിട്ട് കക്കവാരം പോവായിരുന്നു. പണിയെടുത്ത് കിടന്നാലേ ഈ പേരൊക്കെ പുട്ടുപോലെ ഇങ്ങ് പോരും. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പണിയെടുക്കണ്ടല്ല, മുറ്റൊടിക്കൂല, വെള്ളം കോരൂല, അടപ്പി തീയൂതണ്ട, എന്നിട്ട് സുഖപ്രസവവും വേണം. ആ മോനെ പിന്നെ ഏതായാലും ബാലാരിഷ്ടം ധന്യന്തരം കുഴമ്പ്, പിന്നെ ഇരട്ടി മധുരം. ഇതൊക്കെ വേഗം മരുന്നിടന്ന് മേടിച്ച് വെച്ചേക്കണോട്ടാ. പിടിച്ചില്ല. ചേച്ചി ഒരു ദിവസം 2 നേരം വെച്ച് കുറുന്തോട്ടി പാൽ കഷായം കൊടുക്കുമായിരുന്നു. 8-ാം മാസം നിർത്തിയത്. പിന്നെ ചേച്ചി പറഞ്ഞ കുഴമ്പൊക്കെ ഉപയോഗിച്ചാണ് ഞാനും കൂടെ കുളിക്കുന്നത്. മതിയുടെ ചക്കരെ ധൈര്യമായിട്ടിരുന്നോ, ഒരു കുഴപ്പമുണ്ടാവില്ല. എടീ എടീ, സോമന്റെ വീട്ടിൽ നിന്ന് എന്തോ ഒച്ച വെക്കുന്നുണ്ടല്ലോ. അയ്യോ, ആ പെങ്കൊച്ചിന് വേദന തുടങ്ങി കാണുമ്പോ ചെന്ന് നോക്കും മനുഷ്യ. നീ ആ ടോർച്ചിങ് എടുത്തേ. അയ്യോ എന്ത് പറ്റി? ചേട്ടത്തി അനങ്ങുന്നില്ല, ഗ്യാസ് കയറിയതാന്നാ പറയുന്നത്. എന്നാ പ്രശ്നം? ചേട്ടത്തി ഓ, മനുഷ്യന്റെ ഉറക്കളയാൻ ഓരോ മാരണങ്ങള്. ഇവിടെ വന്ന പിന്നെ ഇരിപ്പ് തന്നെ ആയിരുന്നില്ലേ, പോരാത്തിന് നേരത്തെ പൊട്ടുകടലേം കയറ്റി. അപ്പൊ തുടങ്ങിയത്. ഒരു കാര്യം ചെയ്യ്, കുറച്ച് ജീരകവെള്ളം എടുത്തു. ഞാൻ പോയി എടുത്തിട്ട് വരാം. എടാ, ഈ വയ്യാവേലിയും കൊണ്ടാണ് നീ അവളുടെ പേരടിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ഉണ്ടാക്കി വെച്ച കഴിച്ച പിന്നീട് ഞാൻ ഇങ്ങനെ ആയത്. അതെ, വാരി വലിച്ചു കയറ്റുമ്പോ ഓർക്കണായിരുന്നു. ആ പെങ്കുച്ചിലുണ്ടാക്കി വെച്ച മരുന്നിന്റെ പകുതിയും ഈ പെമ്പറത്തോത്തിയാ തിന്ന് തീർത്തത്. ഒരു ശകലം ഏത് മരുന്ന്? കരുണി പുഷ്ടി. എന്താടാ പ്രശ്നം? ഒന്നുമില്ല, കുറച്ച് ഗ്യാസ് പ്രശ്നം. കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാം. ആശുപത്രി കൊണ്ടുപോകണം. സമയമില്ല. വെച്ചിട്ടുള്ള കളിയാ. നീ വണ്ടി കളിയാ. ദേവൻ ചേട്ടാ, സജിയാണ്. ഒന്നുമില്ല. ഒന്ന് പേടിക്കണ്ടതേ, പേടിക്കണ്ട. ഒന്നുമില്ല. കിടത്തേ. പിടിക്കണ്ടേ. ഒരു കുഴപ്പമില്ല, പേടിക്കണ്ട. ചൂടുവെള്ളം എടുത്തോണ്ട് വാ. ചെല്ല്. പേടിക്കണ്ട. വേണ്ട, നീ ഇവിടേക്ക് ഞാൻ പോയിട്ട് വരാം. എടാ, നീ വേഗം പോയി കൊച്ചുമോളെ വിളിച്ചോണ്ട് വാ. ആ കൊച്ചിന്റെ അടുത്ത് തള്ള മാത്രമേ ഉള്ളൂ. വേഗം വാ, താമസിക്കില്ലേ, ഓടി വാ. പേടിക്കാതിരിക്കും. ഞങ്ങളെല്ലാരും ഉണ്ട്. ഞാനുണ്ട്, ചേർത്തിയുണ്ട്, എല്ലാരും ഉണ്ട്. ചേർത്തി പെണ്ണിപ്പം വെറും ആ തുണിയൊക്കെ എടുത്തുണ്ടാ. ശാലി ധൈര്യം തുണി എടുത്തോണ്ട് വരാം. ശാലി പോരാ. പേടിക്കണ്ട, വേദന വരുമ്പോഴേ നല്ല ശക്തിയായിട്ട് അങ്ങോട്ട് മുക്കും. എന്റെ കവിലമ്മേ, എന്റെ കുഞ്ഞുങ്ങളെ ജീവനോട് തന്ന ഞാനൊരു മുഴുക്കാപ്പ് ചേർത്തേക്കാമേ. ആദ്യം തള്ളിക്കെട്ട കൊടുക്കേണ്ടത്, ഇതൊന്ന് കഴിയട്ടെ. കൊച്ചുമോളെ, നീ ആ വെള്ളം ഒന്ന് തിളപ്പിച്ചേക്ക്. ഞാൻ എന്റെ കൊച്ചിന്റെ അടുത്തേക്ക് ഒന്ന് പോട്ടെ. പൊക്കോ, ഞാൻ നോക്കോളാം. പൊക്കോ. പേടിക്കാൻ ശ്രമിക്കുക. മുക്കടി വേണ്ട. ഈ നേരത്തെ ബോധം കിടന്നത്. ബോധമില്ലാത്തവരെ ഒപ്പിച്ചു വെച്ചിട്ട് അവളെ നീ
നീ കരയല്ലേ മോളെ മുക്ക്. നോക്ക് ശാലിനി ധൈര്യമുണ്ട് എനിക്ക് ശാലിനി. ശാലിനി മതി 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 ഒന്ന് പെട്ടെന്ന് തുറക്കണോ എന്റെ ഭഗവാനെ എന്റെ മോള് വേഗം വാ ചേട്ടാ. സമാധാനിക്ക് ജാനകി. അവന്മാര് ഇത് എന്തെടുക്കും അവിടെ? പെട്ടെന്ന് വാടോ. ശാലിനി എടി മുക്ക് ശക്തിയായിട്ട് മുക്കടി. മുക്ക്. മോളെ നാല് മുക്ക്. മുക്ക്. ആ കൃതാവ് തണ്ടിക്ക് എന്റെ കൊച്ചിനെ കൊടുക്കരുത് ഞാൻ ഒരു 1000 തവണ പറഞ്ഞതാ. അവന് ഇത്രയും ഭ്രാന്ത് ഉണ്ടാവും ഞാൻ കരുതിയില്ല എന്റെ ജാനകി. ആടി ആടി അവനെ ഓടി പാടോ. ശാലിനി നീ ശ്രമിച്ചു നോക്ക് ശാലിനി. ഒന്നുമില്ല ഒന്നുമില്ല മോളെ. ശാലിനി ശാലിനി പേടിക്കണ്ട ശാലിനി. ആഞ്ഞു മുക്കടി. എടി ആഞ്ഞു മുക്ക്. 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 ശാലിനി ഒരു കുഴപ്പമില്ല. ശാലിനി നീ അകത്തോട്ട് ചെല്ല്. ഇനിയിപ്പോ നിങ്ങൾ പൊക്ക. നാളെ കാണാം. ശരി എന്നാ. അപ്പൂപ്പോ അപ്പോ പൂരാടം നക്ഷത്രക്കാരി. ഹാപ്പി ബർത്ത്ഡേ മോളെ.